നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഏറ്റവും വലിയ സൗന്ദര്യം ആരോഗ്യമെന്ന് മന്ത്രി പി പ്രസാദ്. ബാഹ്യ സൗന്ദര്യത്തിനായി ലക്ഷങ്ങൾ ചെലവാക്കുന്ന മലയാളി ആരോഗ്യത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും മന്ത്രി. പാലക്കാട് എലപ്പുള്ളിയിൽ വിദ്യാർത്ഥികളുടെ ജൈവ നെൽകൃഷി നടിയിൽ ഉത്സവം. കൃഷി പാടമൊന്ന് പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി. ചെറുതുരുത്തി പോലീസിന്റെ സാഹസിക നീക്കം. പോക്സോ പ്രതിയെ ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് ഒഡീഷ റായ്ഗഡ് കർലഘാട്ടി സ്വദേശി 29 വയസ്സുള്ള മഹാദേവ് പാണി. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവ് പോലീസിന്റെ പിടിയിൽ. നന്മകളെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാർത്ഥി സമൂഹം നാടിന്റെ മുതൽക്കൂട്ടെന്നും MP. പരീക്ഷാ വിജയികൾക്ക് പ്രോത്സാഹനവുമായി വിവിധ കേന്ദ്രങ്ങളിൽ അനുമോദന സദസ്സുകൾ. വാർത്തകൾ വിശദമായി. ഏറ്റവും വലിയ സൗന്ദര്യം ആരോഗ്യമാണെന്ന് മന്ത്രി പി പ്രസാദ്. എലപ്പുള്ളിയിൽ പാടമൊന്ന് പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ജൈവ നെൽകൃഷി നടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാഹ്യ സൗന്ദര്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന മലയാളി ആരോഗ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മന്ത്രി പി പ്രസാദ് ചൂണ്ടിക്കാട്ടി. 25,000-ലേറെ കൃഷിക്കൂട്ടങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. കൃഷിക്കൂട്ടങ്ങളിലൂടെ കർഷകരിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പൈതൃകം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പാഠമൊന്ന് പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ജൈവ നെൽകൃഷി നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത്. ഇന്ന് ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര നേരം നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ നോക്കിക്കാണും. കണ്ണാടിക്ക് മുമ്പിൽ നോക്കിയില്ലെങ്കിൽ നമ്മളെ ഈ പരിപാടിക്ക് ഇറക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭുവനേശ്വരി അമ്മയുടെ ബോർഡ് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുങ്ങി റെഡിയായി വരണം, അല്ലാത്തവർക്ക് എൻ്റെ വീട്ടിൽ പ്രവേശനം. പക്ഷേ എങ്കിലും പാടത്തേക്ക് ഇറങ്ങുകയാണ് എവിടെയാലും മലയാളി പറയും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങുക എന്നുള്ളത്, ആ ഒരുങ്ങൽ എന്നത് നമ്മുടെ സൗന്ദര്യത്തെ കണക്കുകൂട്ടിയാണ്. എല്ലാവരും അവരവരുടെ സൗന്ദര്യത്തിൻ്റെ അടുത്ത് ഏറ്റവും വലിയ, ഞാൻ ഈ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്, ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു സൗന്ദര്യം വേറെയില്ല. അത് ആന്തരിക സൗന്ദര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ മടിയില്ലാത്ത മലയാളി ആന്തരിക സൗന്ദര്യം അഥവാ ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് രോഗങ്ങൾ കൂടുന്നതിൻ്റെ കാരണമായി വരുന്നത്. ആന്തരിക സൗന്ദര്യം ആരും കാണുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. പിന്നെ അറിയുന്നത് അത് പരിഹരിക്കുന്ന ഡോക്ടർമാർക്കാണ് പിന്നെ പറ്റുക. കർഷകശ്രീ അവാർഡ് ജേതാവ് എലപ്പുള്ളി മരുതി ഗാർഡനിൽ പി ഭുവനേശ്വരിയുടെ കൃഷിയിടത്തിലായിരുന്നു പരിപാടി. മലമ്പുഴ MLA പ്രഭാകരൻ, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി, OISCA സൗത്ത് ഇന്ത്യ ചാപ്റ്റർ ഡയറക്ടർ ഡോക്ടർ N ശുദ്ധോധനൻ, ആത്മ ഡയറക്ടർ PA ഷീന, കൃഷി ഓഫീസർ BS വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻപാട്ടുകൾ നടിയിൽ ഉത്സവത്തിൽ ആവേശമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോക്സോ കേസ് പ്രതിയെ ഒറീസയിൽ നിന്നും പിടികൂടി ചെറുതുരുത്തി പോലീസ്. ഒഡീഷയിലെ റായ്ഗഡ് ജില്ലയിലെ കർലഘാട്ടി സ്വദേശിയായ 29 വയസ്സുകാരൻ മഹാദേവ് പാണിനെയാണ് ഒരാഴ്ചയോളം നീണ്ടുനിന്ന സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ ചെറുതുരുത്തി പോലീസ് മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് പിടികൂടിയത്. ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, A ജയകൃഷ്ണൻ, ഹോംഗാർഡ് ജനുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. ഷൊർണൂർ മുണ്ടായ സ്വദേശി 22 വയസ്സുള്ള രാകേഷിനെയാണ് ചെറുതുരുത്തി CI ബോബി വർഗീസിന്റെ നേതൃത്വത്തിൽ അതിസാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 17 വയസ്സ് പ്രായമുള്ള 2 വിദ്യാർത്ഥികൾ ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വലിച്ചിരിക്കുന്നത് പോലീസ് കണ്ടതിനെ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷൊർണൂർ സ്വദേശിയായ രാകേഷാണ് കഞ്ചാവ് നൽകിയതെന്ന് അറിയാൻ സാധിച്ചത്. പ്രതിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 5:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിയുടെ മൊബൈൽ ടവർ കണ്ട പോലീസ് റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് കഞ്ചാവുമായി എത്തിയ പ്രതിയെ കണ്ടത്. പോലീസിനെ കണ്ടതും ഓടിമാറിയ പ്രതിയെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. നീണ്ട നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ വൈകുന്നേരം 6:30 പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതിയെ പിടികൂടുമ്പോൾ സഞ്ചിയിൽ കുറച്ച് കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും
പിന്തുടരുന്ന വേളയിൽ പ്രതി ഉപേക്ഷിച്ചതായിരിക്കാമെന്നും പോലീസ് പറഞ്ഞു. SI വിനു, CPOമാരായ ഗിരീഷ്, SPO അനൂപ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അറിയിച്ച് മുന്നറിയിപ്പ് നൽകി പോലീസ് വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മനിശ്ശേരിയിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ BMS വാർഷിക സമ്മേളനം നടന്നു. BMS ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മനിശ്ശേരി പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിലെ വാസുദേവൻ നമ്പീശൻ നഗറിലായിരുന്നു വാർഷിക സമ്മേളനം. നമ്മളൊരു വാർഷിക സമ്മേളനം എന്നുള്ളത് ഒരു സംഘടനയുടെ ഒരു വർഷത്തെ വിലയിരുത്തലും ആ സംഘടനയുടെ പോരായ്മകൾ ചർച്ച ചെയ്തുകൊണ്ട് അടുത്ത സംഘടനാ വർഷം നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന നയരൂപീകരണത്തിൻ്റെ ഒരു വേദിയാണ്. നമ്മുടെ പരാതികൾ അവിടെ പരിഗണിക്കണം, നമ്മുടെ പോരായ്മകൾ ചർച്ച ചെയ്യണം. K. ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. രാജേശ്വരി സ്വാഗതം പറഞ്ഞു. BPEA സർക്കിൾ സെക്രട്ടറി KC ധനേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് വിശ്വനാഥ പുലവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 ജേതാക്കൾക്കുള്ള അനുമോദനവുമുണ്ടായി. KV അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കിൾ പ്രസിഡന്റ് P. രാജേഷ്, പോസ്റ്റ്മാൻ ആൻഡ് MTS സെക്രട്ടറി വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിദ്യാർത്ഥികളുടെ വളർച്ച സമൂഹത്തിനേറെ ഗുണകരമാണെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP തൃത്താല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൺലിമിറ്റഡ് ഒരു പരിധിയില്ലാതെ കുട്ടികൾക്ക് അനന്തവിഹായത്തിൽ വിജ്ഞാനത്തിൻ്റെ പാറി പറക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നല്ലൊരു വിഭാഗം കുട്ടികൾ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കും. മറ്റ് സംസ്ഥാനത്തൊക്കെ പോകുമെന്ന് വെച്ചാൽ ഒരു ഭയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു മടിയോ ഒന്നുമില്ല. കുട്ടികൾ അവർ സ്വതന്ത്രരാണ്. ഇപ്പോൾ അവർക്ക് ഒരു സംശയം അധ്യാപകരോടില്ല, മാതാപിതാക്കളോട്. ഇപ്പോൾ തിരിച്ചായി മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെയും വീട്ടിൽ അവരോടാ ചോദിക്കുക, ഇതെന്താ, അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ പോകും, അതെങ്ങനെ വരുത്തും എന്നൊക്കെ ചോദിക്കുന്ന ആരാ? കുട്ടികളോട് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലമാണ്. നേരെ തിരിഞ്ഞു കാര്യങ്ങൾ. അപ്പം നമ്മളെ നയിക്കുന്നത് ആരാണ്? പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. 2024 വർഷത്തിൽ തൃത്താല പഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൃത്താലയിലെ അധ്യാപകനും എഴുത്തുകാരനുമായ VT വാസുദേവൻ മാസ്റ്ററെയുമാണ് ആദരിച്ചത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് M. അഷ്റഫ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KV മരക്കാർ അധ്യക്ഷനായി. മുൻ MLA VT ബൽറാം മുഖ്യ അതിഥിയായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം മാസ്റ്റർ, കുമരനല്ലൂർ SCB പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി മാസ്റ്റർ, ആനക്കര മാർക്കൻഡൻ സൊസൈറ്റി പ്രസിഡന്റ് PM അസീസ്, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ MC സത്യൻ, M. മണികണ്ഠൻ, KV ഹീളർ, വാർഡംഗം സുജാത തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ E. രാജേഷ് ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC +2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രാജൻ, RG പിള്ള, ലക്ഷ്മണൻ, MK രാമചന്ദ്രൻ, V. വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ സ്വാഗതവും ട്രഷറർ MC ശങ്കരൻ നന്ദിയും പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രശാന്ത്, മനോജ്, R. മണി, ശ്രീജ ഹരിദാസ്, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M. റംല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അത് അവരോടുള്ള അവകാശത്തിന് കൈവയ്ക്കലായി മാറാൻ എല്ലാവരും രാവിലെ പേപ്പർ വായിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭകളിൽ ഈ ഫോം ഒരിക്കൽ കൂടി നമ്മൾ വിതരണം ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ അച്ഛനിൽ ഈ സംഭവം നടത്തിയതെന്ന് ചോദിച്ചാലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് വേണം ഇന്ന് പ്രഖ്യാപിക്കുക, നാളെ വേണം നാളെ പ്രഖ്യാപിക്കുക. അതാണ് ഞാൻ പറഞ്ഞ സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും അതിന്റെ ക്ലാസ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. പഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷയായി. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരണം നടത്തി. അനിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, KV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങൾ, നിർവാഹക സമിതി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാലവർഷക്കെടുതിയിൽ വില്ലനായി പാതയോരങ്ങളിലെ വൻ മരങ്ങൾ. പാർലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. സംസ്ഥാന പാതയിൽ എടത്തറ 5-ാം മൈൽ മുതൽ തേനൂർ വരെ 6 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പാതയുടെ ഇരുവശങ്ങളിലും മരങ്ങളും അവയുടെ കൊമ്പുകളും സംസ്ഥാന പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പർളി ചെക്ക് പോസ്റ്റിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണിരുന്നു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. അപകട ഭീഷണിയായി വീടുകൾക്ക് സമീപമുള്ളതും പാതകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നതുമായ മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കണമെന്ന് കലക്ടറുടെ ഉത്തരവുണ്ടെങ്കിലും പർളി മേഖലയിലെ അപകട ഭീഷണിയായ മരങ്ങൾ നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് പർളി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ മഞ്ഞക്കാട് കൊങ്കുന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത്. പൂർവ്വജന്മങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭ്യമാക്കുന്നതാണ് മഹാമൃത്യുഞ്ജയ ഹോമമെന്നാണ് വിശ്വാസം. 4 വേദജ്ഞന്മാർ ചേർന്ന് 1008 വീതം ദിവ്യ മന്ത്രോച്ചാരണങ്ങൾ നടത്തി ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുന്ന ഓരോ തരം ഹവിസ്സുകളും എരിഞ്ഞമരുമ്പോൾ ഭക്തൻ പാപകർമ്മ ഫലങ്ങളിൽ നിന്ന് മുക്തി നേടുമെന്ന് വിശ്വസിച്ചു വരുന്നു. ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ തന്ത്രി തീയന്നൂർ മന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ നസ്യ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല സ്ഥാപന മേധാവി ഡോക്ടർ D സുധാകർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിലുള്ള ആയുർവേദ ഡോക്ടർമാർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേശ് N ഗൈദാനി അധ്യക്ഷനായി. ആയുർവേദ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ VC ദീപ് ആമുഖ പ്രഭാഷണം നടത്തി. ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ തമിഴ്ശെൽവം, ഡോക്ടർ ഇന്ദു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആയുർവേദ ഡോക്ടർമാർ ശില്പശാലയിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തറ സർക്കാർ ആയുർവേദ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സരസ നാസാപാനത്തെക്കുറിച്ച് പ്രായോഗിക പരിശീലനത്തിലൂടെ വിശദീകരിച്ചു. ശില്പശാലയിൽ നസ്യത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ശരിയായ സസ്യത്തിന്റെ രീതിയെക്കുറിച്ചും ഡോക്ടർ ദേവിയാർ നായരും ചൂർണങ്ങൾ ഉപയോഗിച്ചുള്ള നസ്യപ്രയോഗത്തെക്കുറിച്ച് ആയുർവേദ റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വിനിയും നസ്യത്തിന് ഉപയോഗിക്കുന്ന വിവിധ സ്വരസങ്ങളെക്കുറിച്ച് ആയുർവേദ റിസർച്ച് ഓഫീസർ കൃഷ്ണകുമാറും ക്ലാസുകൾ നയിച്ചു. ശില്പശാലയുടെ സമാപന ചടങ്ങ് നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു IAS ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. എനിക്കിങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെമാതിരി ആകാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ആരും ഉണ്ടാക്കരുത്. നമ്മൾ അവരിൽ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരും നമ്മളോടൊപ്പം നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. നേരത്തെ സൂപ്പർവൈസർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ദൈവം അനുഗ്രഹിച്ചു തന്ന വെള്ളവും വെളിച്ചവും ആർക്കും കൂടി അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിരുന്നു ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് A മല്ലിക അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, ICDS സൂപ്പർവൈസർ റസീല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും വലിയ സൗന്ദര്യം ആരോഗ്യമെന്ന് മന്ത്രി പി പ്രസാദ്. ബാഹ്യ സൗന്ദര്യത്തിനായി ലക്ഷങ്ങൾ ചെലവാക്കുന്ന മലയാളി ആരോഗ്യത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും മന്ത്രി. പാലക്കാട് എലപ്പുള്ളിയിൽ വിദ്യാർത്ഥികളുടെ ജൈവ നെൽകൃഷി നടീൽ ഉത്സവം. കൃഷി പാടമൊന്ന് പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി. ചെറുതുരുത്തി പോലീസിന്റെ സാഹസിക നീക്കം. പോക്സോ പ്രതിയെ ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് ഒഡീഷ റായ്ഗഡ് കർലഗാട്ടി സ്വദേശി 29 വയസ്സുള്ള മഹാദേവ് പാണി. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവ് പോലീസിന്റെ പിടിയിൽ. നന്മകളെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. വിദ്യാർത്ഥി സമൂഹം നാടിന്റെ മുതൽക്കൂട്ടെന്നും MP. പരീക്ഷാ വിജയികൾക്ക് പ്രോത്സാഹനവുമായി വിവിധ കേന്ദ്രങ്ങളിൽ അനുമോദന സദസ്സുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.